യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 8ാമത്തെ ആഴ്ച, ബുധനാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. പീഡാനുഭവത്തെ പറ്റിയുള്ള 3ാമത്തെ പ്രവചനമായിട്ടാണ് ഇത് കണക്കപ്പെടുക. ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരും അവർ ജെറുസലേമിലേക്ക് നടന്നു വരികയാണ്. ആ ഒരു വഴിയിൽ കൂടെ നടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇവിടെ യേശു അവരുടെ മുന്നിലൂടെ നടക്കുന്നതായിട്ടാണ് കാണപ്പെടുക. ഈ ഒരു ചിന്ത മർക്കോസ് നമുക്ക് നൽകുന്ന ഒരു വലിയൊരു ചിന്തയാണ്. ജെറുസലേമിലേക്ക് യേശുക്രിസ്തു നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുമ്പോൾ അവൻ ആദ്യമേ നടക്കുകയാണ്. നമ്മളോടൊക്കെ യേശുക്രിസ്തു പറഞ്ഞു നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശവും അതുതന്നെയാണ്. ഞാൻ നടന്നു നീങ്ങിയ വഴിയിൽ കൂടെയാണ് ഞാൻ നിങ്ങളോട് നടക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. യേശുക്രിസ്തു ഒരിക്കൽ പോലും പറയുന്നില്ല ഞാൻ നടക്കാത്ത വഴിയിൽ കൂടെ നിങ്ങൾ ചെല്ലണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. മറിച്ച് ക്രിസ്തു അനുഭവിച്ച എല്ലാ വേദനകളും ക്രിസ്തു പറയുന്നുണ്ട്. ആ വേദനകളിലൂടെ മാത്രം നിങ്ങൾ കടന്നുപോയാൽ മതി. ഞാൻ അനുഭവിക്കാത്ത, ഞാൻ നടക്കാത്ത പാതയിലൂടെ നിങ്ങൾ ഒരിക്കൽ പോലും നടക്കണ്ട എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. ഒരു നല്ലൊരു ഇടയനാണ് യേശുക്രിസ്തു. നല്ലൊരു ഇടയനായിട്ട് നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ആദ്യം വഴി ഒരുക്കിയതിന് ശേഷമാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുക എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. ഈ ഒരു വചനഭാഗം നാം വായിക്കുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് ക്രിസ്തുനാഥൻ ഇത് 3ാമത്തെ പ്രവചനമായിട്ടാണ് പറഞ്ഞു വയ്ക്കുക. ക്രിസ്തു പഠിപ്പിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് ആദ്യത്തെ 2 പ്രാവശ്യങ്ങൾ പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഭയചകിതരായിട്ട് പറയുന്നുണ്ട് ഇത് നിനക്ക് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞു വയ്ക്കുക. എന്നാൽ ഇവിടെ അവർ നിശബ്ദമായിട്ട് നിൽക്കുകയും തുടർന്നുള്ള വായനകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വലത്തും ഇടത്തും ഇരിക്കുവാനായിട്ട് ഒരു ആഹ്വാനം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വചനഭാഗം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, എനിക്ക് സങ്കടങ്ങളുണ്ടാകുമ്പോൾ, എനിക്ക് കഷ്ടതകളുണ്ടാകുമ്പോൾ ഞാനൊന്ന് കണ്ണുകളടച്ച് ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. ആ വഴിയിലൂടെയൊക്കെ, എൻ്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളിലൂടെയൊക്കെ ക്രിസ്തുനാഥൻ നടന്നു നീങ്ങിയിട്ടുണ്ട്. നടന്നു നീങ്ങിയതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുക, ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. ഈ ഒരു 3ാമത്തെ പ്രവചനം നടക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് അതുതന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ആ വഴിയിൽ കൂടെ ഞാൻ നടന്നു കഴിഞ്ഞു. എനിക്കറിയാം ആ വഴി എവിടെയാണ് അവസാനിക്കുന്നത് ജെറുസലേമിലേക്കാണ് എന്നൊരു പ്രത്യാശയാണ് നമുക്ക് നൽകുക. അതായത് നിത്യജീവൻ നമുക്കുണ്ടാകുമെന്നൊരു പ്രത്യാശയാണ് കർത്താവ് നൽകിക്കൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നടന്ന വഴിയിലൂടെയാണ് നിങ്ങളെ ഞാൻ നടക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ക്രിസ്തുനാഥൻ എനിക്ക് മുമ്പേ നടന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ആ വഴിയിൽ കൂടെ നമുക്കും നടന്നു നീങ്ങാം. നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.